അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എല്ലാ കഥകൾക്കും ഒരു ഗുണപാഠമുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നറിയാമോ? സത്യസന്ധതക്കുള്ള അംഗീകാരം. മഹാനായിരുന്ന ഖാദി അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലം ഒരു ദിവസം അദ്ദേഹത്തിന് കലശലായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. കയ്യിലാണെങ്കിലോ നയാ പൈസ പോലുമില്ല. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. വഴിയിൽ നിന്ന് ഒരു പട്ടുകൊണ്ടുണ്ടാക്കിയ സഞ്ചി ലഭിച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ മറ്റൊരു പട്ടുസഞ്ചി. അത് തുറന്നു നോക്കിയപ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു മുത്തുമാല. അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സുരക്ഷിതമായി വെച്ചു. തിരിച്ച് അങ്ങാടിയിലേക്ക് പോന്നപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ കയ്യിൽ 500 ദിനാറും പിടിച്ച് വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുത്തുമാല തിരിച്ചു നൽകിയാൽ അവർക്ക് ഞാൻ 500 ദിനാറും നൽകുന്നതാണ്. ഇത് കേട്ട ബഗ്ദാദി അദ്ദേഹത്തെ കൂട്ടി വീട്ടിലേക്ക് നടന്നു. മാലയുടെയും സഞ്ചിയുടെയും അടയാളം കൃത്യമായി പറഞ്ഞു കൊടുത്തു. മാല അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം 500 ദിനാർ ബഗ്ദാദിക്ക് നൽകി. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. വഴിയിൽ നിന്ന് കിട്ടിയ വസ്തു ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ്. കുറെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അങ്ങനെ അവിടുന്ന് അവർ പിരിഞ്ഞു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മക്കയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. കപ്പൽ മാർഗത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ബഗ്ദാദി. പെട്ടെന്നൊരു കാറ്റും കോളും വന്നു. കപ്പൽ തകർന്നു. കപ്പലിലുള്ള എല്ലാവരും മരിച്ചു. പക്ഷേ ഒരാൾ മാത്രം ബാക്കിയായി. അദ്ദേഹം കപ്പലിലുള്ള ഒരു മരക്കഷ്ണത്തിൽ വലിഞ്ഞ് നീന്തി മറുകരപ്പെട്ടു. അവിടുന്ന് ഒരു വള്ളിയിൽ പിടിച്ച് ഖുർആനിൽ മുഴുകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ട ആളുകൾ അവർക്കും ഖിറാഅത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഖിറാഅത്ത് കേട്ട് എഴുത്തും വായനയും അറിയാമെന്ന് മനസ്സിലാക്കി അതും പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ദ്വീപിൽ അധ്യാപനം നടത്തി ജീവിച്ചു. ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ വന്നു. അക്കൂട്ടത്തിൽ ഒരു അനാഥ പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നെ വിവാഹത്തിന് നിർബന്ധിതരായി. വിവാഹ ദിവസം മണവാട്ടിയുടെ കഴുത്തിൽ കിടന്ന മുത്തുമാല കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. തനിക്ക് വഴിയിൽ നിന്ന് കിട്ടി തിരിച്ചു കൊടുത്ത അതേ മുത്തുമാല. അദ്ദേഹം അതിലേക്ക് തന്നെ നോക്കി. ഇത് കണ്ട നാട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ മുത്തുമാലയിലേക്ക് തന്നെ നോക്കുന്നത്? മണവാട്ടിയെ നോക്കുന്നേ ഇല്ലല്ലോ. ഇത് കേട്ട ബഗ്ദാദി മാലക്ക് പിന്നെയുള്ള കഥ പറയാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ തക്ബീർ ചൊല്ലാനും തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടിയുടെ ഉപ്പയ്ക്കാണ് നിങ്ങളെന്ന് മുത്തുമാല നൽകിയത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ആ മാല തിരിച്ചു നൽകിയ വ്യക്തിയെ പോലെ ഈ ലോകത്ത് എവിടെയും ഒരു മുസ്ലിമില്ല എന്ന്. എന്നിട്ട് അല്ലാഹുവേ, എൻ്റെ മകളെയും അവരെ ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ അവർ നല്ല നിലയിൽ കല്യാണം കഴിഞ്ഞ് നല്ല നിലയിൽ ജീവിച്ചു. അവർക്ക് 2 കുട്ടികളും പിറന്നു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയാമോ? സത്യസന്ധത എവിടെയും വിജയിക്കും. അസ്സലാമു അലൈക്കും.